രവി തേജയുടെ ഇരുമുടി തെലുങ്ക് ചിത്രമാണ്. അപ്പോ സത്യം പറഞ്ഞാല് രവി തേജയാണോ ഇതെന്ന് ഞാൻ ചോദിച്ചു പോയി. കാരണം പുള്ളിയുടെ എനിക്ക് ആകെ ഇഷ്ടമുള്ള ഒരു സിനിമ, ഞാൻ മുഴുവനായിട്ട് കണ്ട ഒരു സിനിമ എന്ന് പറയുന്നത് നമ്മളെ തമിഴ് സിനിമാ താരം കാർത്തിയുടെ ഒരു പടമുണ്ട്, ചിരുത്തെ. ശിവയാണ് സംവിധാനം ചെയ്തത്. അപ്പൊ ആ പടം ഏതോ തെലുങ്ക് പടം, അതായത് ഈ രവി തേജ അഭിനയിച്ച തെലുങ്ക് പടത്തിന്റെ റീമേക്ക് എന്തോ ആണ്. അപ്പൊ ആ ഒരു സിനിമ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അത് കിടിലമാണ്. അതായത് പ്രത്യേകിച്ച് ആ പോലീസ് വേഷത്തിൽ രവി തേജയുടെ ആ ഒരു ഓറ, സ്ക്രീൻ പ്രസൻസ്, മാസ് ഒക്കെ സൂപ്പർ ആയിരുന്നു. അപ്പൊ ഞാൻ കുഞ്ഞുനാളിലെ കണ്ട ഒരു പടമാണ്, എനിക്ക് നന്നായിട്ട് ഇഷ്ടമുള്ള ഒരു പടം കൂടാണ്. അതിന്റെ റീമേക്ക് ആണ് തമിഴിൽ ചെയ്ത ഈ ഒരു ചിരുത്തേത് ഞാൻ പിന്നീടാണ് അറിയുന്നത്. ഇപ്പൊ ഞാൻ കണ്ട നൈസ് പെർഫോമൻസ് ആണ്. ഒരു സിമ്പിൾ പടം, ഒരു സിമ്പിൾ പടം, ഒരു സാധാരണ കുടുംബം, ഒരു അച്ഛൻ, ഒരമ്മ, ഒരു മകള്. അച്ഛനായിട്ട് രവി തേജ, അമ്മയായിട്ട് പ്രിയ ഭവാനി ശങ്കർ, മകളായിട്ട് ബേബി നക്ഷത്ര എന്നാണ് പേര്. കൊച്ചിന്റെ പേര് വിട്ടുപോയി. ആ കൊച്ചിനെ ഞാൻ ഐ നോബഡി സിനിമയിൽ എന്തോ കണ്ടിട്ടുണ്ട്. അപ്പൊ ആ ഒരു കൊച്ചുകൊണ്ട് ഇവരൊരു സിമ്പിൾ കുടുംബമാണ്. അപ്പോൾ ഇതിന്റെ കോർ ഐഡിയ എന്ന് പറയുന്നത് മകൾക്ക് വേണ്ടിയുള്ള അച്ഛൻ, നമ്മൾ ട്രെയിലറിലൊക്കെ കണ്ടത് തന്നെയാണ്. അതായത് മകൾക്ക് എന്തൊക്കെ ഡെയിലി നടക്കുന്നെന്ന് അറിയുന്ന ഒരു അച്ഛൻ, അല്ലെങ്കിൽ മകൾ പറഞ്ഞ് അത് കേൾക്കണമെന്ന് താല്പര്യപ്പെടുന്ന ഒരു മഹാവിശാലനായ ഒരു ഏറ്റവും സ്നേഹമുള്ള ഒരു അച്ഛൻ. അപ്പോ ഈ ഒരു അച്ഛൻ ഒരു മദ്യപാനിയാണ്. അതായത് രവി തേജയ്ക്ക് താൻ ഒരു മദ്യപാനിയാണെന്ന് തോന്നുന്നില്ല, പക്ഷെ മറ്റുള്ളവർക്ക് തോന്നുന്നുണ്ട് എന്നുള്ള ഒരു മട്ടില്. അതായത് കുടിക്കുന്ന ആൾക്ക് ഞാൻ ഒരു കുടിക്കാരൻ എന്നല്ലേ എല്ലാരും പറയും, ഞാൻ കുടിക്കാറൊന്നുമില്ല എന്നല്ലേ എല്ലാരും പറയും. ആ ഒരു സെറ്റപ്പാണ്. അപ്പോൾ സിമ്പിൾ പടം, അതായത് കുറച്ച് ക്രിഞ്ച്, ഒരു നോൺ അവൈലബിൾ ആയിട്ടുള്ള സീനൊക്കെ ഉണ്ട്. ബട്ട് എന്നിരുന്നാലും ഓവറോൾ ഒരു സിമ്പിള് നീറ്റ് പടം കണ്ട ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ. പിന്നെ ഈ ഇരുമുടി എന്ന് പറയുമ്പോൾ ശബരിമല ആ ഒരു സിറ്റുവേഷൻ ഒക്കെ വരുന്നതാണ്. എനിക്ക് അതിനെ കുറിച്ച് കൂടുതൽ അറിയില്ല. അപ്പോൾ ഞാൻ അതങ്ങനെ കേട്ടിട്ടുണ്ട്. അപ്പൊ ആ ഒരു ഗോഡ് സാധനവും അതുമായിട്ടുള്ള ഒരു കുറച്ച് സീൻസും കാര്യങ്ങളും, റിലേറ്റഡ് സീൻസുകളൊക്കെ ഇതിൽ കാണിക്കുന്നുണ്ട്. ശിവ നിർവാണയാണ് ഈ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ പടത്തിൽ മൊത്തം, അതായത് ഇതിൽ സിമ്പിൾ ഫൈറ്റ് ആണ്. നമ്മൾ ഈ രവി തേജയുടെ ഫൈറ്റ് ഒക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാം, ഇടിച്ചോടിന് ആകാശത്ത് തട്ടുന്നതും പല്ലിളിച്ചും അങ്ങനെയൊക്കെ കുറെ ഓവർ ആക്ഷൻസും പരിപാടി. ഇതിലൊന്നുമില്ല കേട്ടോ. സിമ്പിൾ, ഒരു സാധാരണക്കാരന്റെ ഇടി എന്ന് പറയല്ല, അതുപോലത്തെ ഒരു സിമ്പിൾ അടിയും. പിന്നെ ഒരു ഫൈറ്റ് ഒക്കെ ഉണ്ട്, ഒരു ആവശ്യമില്ലാത്തൊരു ഫൈറ്റ്. അത് കുറച്ച് ക്രെഡിറ്റ്സ് ഒക്കെ, അതായത് ശബരിമലയുടെ അടുത്ത് എന്തോ ആയിട്ടുള്ള ഒരു ഫൈറ്റ് ആണ്. അപ്പൊ ആ ഒരു സമയം ദൈവം വന്ന് രക്ഷിച്ചു, അങ്ങനെ ദൈവത്തിന് കുറച്ച് ക്രെഡിറ്റ് കൊടുക്കുന്ന പോലത്തെ സീൻ. സിനിമയാകുമ്പോ അങ്ങനെയൊക്കെ വരുമല്ലോ. അപ്പൊ മൊത്തത്തില് ആ ഒരു സീൻ കാണുമ്പോൾ നിങ്ങൾ മനസ്സിലാവും അത് അങ്ങനെ ഒരു വരേണ്ട ഒരു സീൻ അല്ല. സംഭവമായിട്ട് അവർ മാറിപ്പോകുന്നതാണ്. അത് നിങ്ങൾ സിനിമ കണ്ടാലേ മനസ്സിലാവും. അപ്പോൾ ഈ ഒരു ഫാമിലി ആയിട്ട് പോകുന്ന ഒരു പടം. അപ്പൊ ഈ കള്ളുടി മാറ്റാൻ വേണ്ടിയിട്ട് ശബരിമലയിലേക്ക് പോകും. ശബരിമലയിൽ പോകുന്ന ആ ഒരു കുറച്ച് ദിവസങ്ങൾ മാത്രമേ പുള്ളിക്കാരൻ കള്ളുടിക്കായിരിക്കുന്നുള്ളൂ. അപ്പൊ ഇതിന്റെ ഇടയിൽ ഒരു ഗുരു എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടർ ഈ സിനിമയിൽ വരുന്നുണ്ട്. അതായത് പുള്ളി ഒരുപാട് പ്രാവശ്യം ശബരിമലയിലൊക്കെ പോയിട്ടുണ്ട്, വലിയ ആളെന്നൊക്കെ പറഞ്ഞ് നാട്ടിൽ തള്ളി നടക്കുന്ന ഒരാളാണ്. അപ്പൊ ഈ പുള്ളിക്കാരൻ വന്ന് ഇങ്ങനെ കുടിക്കാൻ പാടില്ല, അങ്ങനത്തെ കുറച്ച് തട്ടും തറമണ്ടൊക്കെ പറഞ്ഞ്, അപ്പൊ അതിലൊരു പോസിറ്റീവ് സൈഡ് അവർ പറയുന്നുണ്ട്. നിങ്ങൾ എത്ര വട്ടം എന്ത് കാര്യം ചെയ്തിട്ടും കാര്യമില്ല, മനസ്സ് ശുദ്ധിയായിരിക്കണം, അല്ലെങ്കിൽ സംസാരിക്കുന്നത് ശുദ്ധിയായിരിക്കണം എന്നുള്ളൊരു തോട്ട് അവർ തരുന്നുണ്ട്. അതായത് ദൈവത്തിന്റെ അടുക്കൽ നിങ്ങൾ എത്ര പോയി പ്രാർത്ഥിച്ചിട്ടും കാര്യമില്ല, നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികളിൽ നന്നായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ചു കാലം പോയാലും അത് നല്ലത് തന്നെയാണ് എന്നുള്ളൊരു തോട്ട് അവർ തരുന്നുണ്ട്. ആ ഒരു പോസിറ്റീവ് സെൻസ് അവർ തരുന്നുണ്ട്. അപ്പാർട്ട് ഫ്രം ദാറ്റ് കുറച്ച് ഗോഡ്, ദൈവത്തിന് ക്രെഡിറ്റ് കൊടുക്കുന്ന സീനുകളും പരിപാടികളും ഉണ്ട്. ജി.വി. പ്രകാശാണ് ഇതിന്റെ മ്യൂസിക് വരുന്നത്. ജി.വി. പ്രകാശ് നൈസായിട്ട്, അതായത് എനിക്ക് പാട്ട് യൂട്യൂബിൽ കേട്ടപ്പം എനിക്ക് വലിയൊരു ആ ഒരു ശബരിമല പാട്ട് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ബാക്കി പാട്ടുകളൊക്കെ എനിക്ക് വലിയൊരു തൃപ്തി കിട്ടിയിട്ടില്ലായിരുന്നു. ബട്ട് തിയേറ്ററിൽ കണ്ടപ്പം ഒരു ഫീലൊക്കെ തോന്നി. അതൊരു രവി തേജ ഭയങ്കര ഒരു എന്ന് വെച്ചാൽ ഭയങ്കര സൂപ്പർ ആയിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ലെങ്കിലും കൊള്ളാണ്. ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചു. ഞാൻ ഒരു അപരാധം ഒന്ന് വിചാരിച്ചു തന്നെയാണ് പോയത്, കണ്ടേക്കാന്ന് വിചാരിച്ചു. പക്ഷെ കൊള്ളാം, നൈസായിട്ട്. അല്ലെ, നോർമൽ പെർഫോമൻസ് എന്ന് വെച്ചാൽ ഓവർ ആക്ടിങ് ഒന്നും ഇല്ലാതെ നോർമൽ പെർഫോമൻസിൽ രവി തേജ ഒരു സാധാരണ മനുഷ്യനായിട്ട് പുള്ളിയുടെ മകൾ എന്ന് പറഞ്ഞാൽ പുള്ളിക്ക് ജീവനാണ്. അതായത് ഇതിന്റെ തുടക്കത്തിൽ തന്നെ ഒരു സീനൊക്കെ കണ്ട് ഒരു ഒട്ടും ലോജിക് ഇല്ലാത്ത സീനാണ്. അതായത് ആ ഒരു മകളിലെ അച്ഛനുള്ള സ്നേഹം കാണിക്കുന്നതാണ്. അതായത് മകൾ ഉറങ്ങുമ്പം ആരും ശല്യപ്പെടുത്താൻ പാടില്ല, റോഡ് സൈഡിൽ പോകുന്ന വണ്ടികൾക്ക് സൗണ്ട് കാണാൻ പാടില്ല, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ അതായത് ആ സൗണ്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ആളെ വരെ പുറത്ത് നിർത്തിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ആലോചിക്കണം, അതൊരു ലോജിക്കില്ലാത്ത പരിപാടിയാണ്. ബട്ട് ആ ഒരു പടം ആയതുകൊണ്ട് ആ ഒരു മകളിനെ സ്നേഹിക്കുന്ന ഒരു അച്ഛന്റെ ഒരു കാര്യം ഇതിൽ ശ്വാസിക, നമ്മൾ മലയാളിയായ ശ്വാസിക വരുന്നുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ട് വില്ലത്തി ആയിരിക്കും എന്നൊക്കെ. അപ്പോൾ ഒരു വില്ലത്തി റോളൊക്കെ തന്നെയാണ്. ഒരു തെലുങ്ക് പടത്തിൽ വില്ലത്തിയൊക്കെ നടന്നു പറഞ്ഞ പോലെ അങ്ങനത്തെ ഒരു റോളൊക്കെ തന്നെയാണ്. ഒരു ടീച്ചറായ, ഒരു ക്രൂരയായ ടീച്ചർ
പിള്ളേരെ പേടിപ്പിക്കുന്ന ടീച്ചർ, അതായത് സ്കൂളിലെ മെയിൻ പിള്ളേരെ ഒരു നല്ല കഴിവുണ്ടായിട്ടും ഈ ഒരു സ്കൂളിൽ തന്നെ വരണമെന്ന് ആഗ്രഹിച്ചു പിള്ളേരുടെ എല്ലാം മെയിൻ കാണിക്കുന്ന ഒരു ടീച്ചർ സ്വാസികയും നല്ല നീറ്റായിട്ട് ഇതിനെ പെർഫോമൻസ് ചെയ്തിട്ടുണ്ട്. പ്രിയ ഭവാനി ശങ്കർ പുള്ളിക്കാരി നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ടോട്ടൽ ഓവറോൾ ആ ഒരു ഗുരു ആയിട്ട് ചെയ്യുന്ന ഒരാൾ മാത്രം കുറച്ച് ഓവറും പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. ബാക്കി എല്ലാവരും വളരെ നീറ്റായിട്ട്. ഞാൻ രവി തേജയായിട്ട് ഒട്ടും പ്രതീക്ഷിച്ചില്ല ഈ ഇങ്ങനെ ഒരു പെർഫോമൻസ് കിട്ടുമെന്ന്. നന്നായിട്ട് ഞാൻ ഈ ഇടയ്ക്ക് കുറെ ട്രെയിലറൊക്കെ റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു രവി തേജയുടെ. മാസ് മഹാരാജായും അതിന് മുമ്പേ 2-3 പടങ്ങൾ റിലീസ് ചെയ്തു. ഒരു ആവശ്യമില്ലാതെ ചുമ്മാ അടിയും പൊടിയും വെട്ടും കുത്തുപാട്ടും ഡാൻസും. കുത്തുപാട്ട് വരുന്നതിൽ കുഴപ്പമില്ല, ഈ പെണ്ണുങ്ങളോടുള്ള ആ ഒരു ഡാൻസ് ഉള്ള ഒരു ടിപ്പിക്കൽ ഡാൻസും ഇങ്ങനത്തെ ഒരു ടിപ്പിക്കൽ ഡാൻസും പരിപാടികളും ഇതൊന്നും അതിലില്ല. വളരെ ക്യൂട്ടായിട്ട്. പിന്നെ ആ ഒരു കൊച്ച്, ആ ഒരു ബേബി അഭിനയിക്കുന്ന അത് രവി തേജയുടെ മകളായിട്ട് സൂപ്പറായിട്ട് അഭിനയിച്ച്. അതായത് ആ ഒരു ഫീലിംഗ്, ആ ഒരു ഇമോഷന് വരുന്നുണ്ട്, വർക്ക്ഔട്ട് ആവുന്നുണ്ട്. എന്താ വെച്ചാൽ ചുമ്മാ വാരി വലിച്ച് പാസവും കാര്യങ്ങളൊന്നുമില്ല. 1-2 സീന് എനിക്ക് ഓവർ തോന്നിയെങ്കിലും എല്ലാം വളരെ നീറ്റായിട്ട് ആപ്റ്റായിട്ട് തോന്നി. ആ ഒരു ഫീലിംഗ് ആ ഒരു ഇമോഷൻ ഉണ്ട്. ചുമ്മാ അടിച്ച് പറത്തിയുള്ള പാസവും കാര്യങ്ങളൊന്നും ഇല്ല. ഒരു അച്ഛന് മകളോടുള്ള ഒരു സ്നേഹം, അതുമായിട്ട് ബന്ധപ്പെട്ട് കുടികാരനായ ഒരു അച്ഛൻ മാറിപ്പോകുന്ന ഒരു രീതികള്, കുടി മാറ്റാൻ വേണ്ടി ശബരിമലയിലേക്ക് പോകുന്ന അവിടുത്തെ കുറച്ച് ചെറിയ തമാശകളും പരിപാടികളും, നാട്ടുകാര് നീ കുടിക്കുന്നില്ലേ എന്ന് പറയുന്ന ചെറിയ തമാശകളും പരിപാടികളായിട്ട് ഒരു കൊച്ചു നീറ്റ് സിമ്പിൾ ഒരു മൊമെന്റ് ഉള്ള ഒരു ഹാപ്പി ഫാമിലി ഉള്ള ഒരു പടം, ഒരു സൂപ്പർ കുടുംബം കേട്ടാ. അത് ആ ഒരു പടത്തിൽ ഞാൻ രവി തേജയിൽ നിന്ന് ഒട്ടും, ഞാൻ അതുകൊണ്ടാണ് ഒരുപാട് പ്രാവശ്യം പറഞ്ഞത് രവി തേജയുടെ പെർഫോമൻസ് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ആൻഡ് ഞാൻ പിന്നെ നോക്കിയപ്പോൾ ബുക്ക് മൈ ഷോയിലൊക്കെ ഭയങ്കര ടിക്കറ്റ് ബുക്കിംഗ് എന്നാണ് പറയുന്നത്. അതായത് രവി തേജയ്ക്ക് മുമ്പേ ഒരു നല്ലൊരു ഫാൻ ബേസ് അവിടെ ഉണ്ട് തെലുങ്കില്, ടോളിവുഡില്. ആൻഡ് പുള്ളിയുടെ കുറെ കാലങ്ങളായിട്ട് പുള്ളിയുടെ ഗുണ്ട് പടങ്ങൾ മാത്രമാണ് വന്നുകൊണ്ടിരിക്കുന്നത്, നല്ല പടങ്ങളൊന്നും വരുന്നില്ല. ഇതൊരു ഫാമിലി, ഒരു നോർമൽ മൂവി. ഞാൻ ട്രെയിലർ റിയാക്ട് ചെയ്തപ്പോഴേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു നോർമൽ മൂവിയാണ്. അത്യാവശ്യം കുറച്ചെങ്കിലും നല്ലൊരു പടം വരുമായിരിക്കും, കണ്ടുപോക്കാന്ന്. അതുപോലെ ഒരു നല്ലൊരു പടം തന്നെയാണ് വന്നിട്ടുള്ളത് കേട്ടോ. ഒരു സിമ്പിൾ പടം. എല്ലാവരും ആ പടത്തിലുള്ള എല്ലാവരും നന്നായിട്ട്, ആ ഒരു ടെക്നിക്കൽ ക്രൂ ആയിരുന്നാലും 2-3 ലോജിക് ഇല്ലാത്ത ക്ലീഷേ സീൻസ് അല്ലാത്ത പക്ഷം ബാക്കിയെല്ലാം നന്നായിട്ട് വളരെ നീറ്റായിട്ട്. ആ പാട്ടൊക്കെ കിട്ടില്ലനായിട്ട് മെൽട്ടായിട്ട്, ആ കൊച്ചൊക്കെ കിട്ടില്ലനായിട്ട് അഭിനയിച്ചു. ഞാൻ പ്രിയ ഭവാനി ശങ്കറും രവി തേജയുള്ള ആ ഒരു കോംബോ ഒക്കെ, ഭാര്യ ഭർത്താവ് കള്ളുപിടിക്കുമ്പോ ഭാര്യ ഓടി വന്നിട്ട് അടിക്കുന്ന സീന്, എന്തിനു കുടിക്കുന്ന, ഒളിച്ചു കുടിക്കുന്ന, മോള് പറയാതിരിക്കുന്ന സീന്, അങ്ങനത്തെ കുറച്ച് വളരെ റിലേറ്റബിൾ ആയിട്ടുള്ള കുറെ സീൻസുകളൊക്കെ പരിപാടിയിലുണ്ട്. പിന്നെ ഒരു ചെറിയ ഫൈറ്റ്, അങ്ങനെ സിമ്പിൾ പടം. ഫാമിലി ഒരു പടം അവിടെ തൂക്കും, അതിൽ വേറെ സംശയമൊന്നുമില്ല. ഞാൻ അതാണ് പറഞ്ഞത്, ടിക്കറ്റ് ബുക്ക് മൈ ഷോ നോക്കിയപ്പോൾ നല്ല ബുക്ക് മൈ ഷോയിൽ ടിക്കറ്റ് റേറ്റിംഗ് ഉണ്ടെന്നാണ് പറയുന്നത്. നല്ലൊരു കളക്ഷനും നേടുമെന്നാണ് പറയുന്നത്. കുറെ കാലത്തിന് ശേഷവും ഈ ഒരു പടങ്ങളൊക്കെ ബോക്സ് ഓഫീസിൽ പൊട്ടിച്ചതിന് ശേഷം അവിടെ ഒരു നല്ല കളക്ഷൻ കിട്ടുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത് ഇരുമുടിക്ക്. കാരണം അത്രയ്ക്കും ഫാൻ ബേസ്, അല്ലെങ്കിൽ അത്രയ്ക്കും അവിടെ ഒരു ബഡ്ജറ്റ് കളക്ഷൻ റവന്യൂ ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു നായകനാണ് രവി തേജ എന്നാണ് പറയുന്നത്. രവി തേജ ടൈറ്റിൽ കാർഡിന്റെ മാസ് മഹാരാജ രവി തേജ എന്നാണ്. നിങ്ങൾ ട്രെയിലറിൽ കണ്ടാലും മനസ്സിലാവും. സിമ്പിൾ പടമാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ പ്രതീക്ഷിച്ചല്ല പോയത് എന്ത് പടമായിരിക്കും, ബട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടേ.